വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം. അച്ഛനെ നോക്കിയേ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ, കടബാധ്യത വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുള്ള നിരാശയുടെ വാക്കുകൾ, അയ്യോ ഇനി എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല, ഇനി ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല എന്നുള്ളൊരു നിരാശയുടെ വാക്കുകൾ പലപ്പോഴും നമ്മുടെ ആദരങ്ങളിൽ നിന്ന് വരും. വിശ്വാസത്തിൽ ആഴപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുക എന്നുള്ളത്. എന്ത് സംഭവിച്ചാലും, രോഗം സംഭവിച്ചാലും, കടബാധ്യത വന്നാലും, എന്ത് പ്രശ്നവും പ്രതിസന്ധിയും ജീവിതത്തിൽ വന്നാലും നമ്മൾ പറയേണ്ടത് ഇതാണ്: എൻ്റെ കർത്താവ് ഉണ്ട്, എൻ്റെ കർത്താവ് മാറ്റിത്തരും. 4 ദിക്കിൽ നിന്നും നമുക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നാലും, ഇനി ഒരു രക്ഷയില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾക്ക് എത്തിയാലും, എല്ലാ വാതിലുകളും നമ്മുടെ മുന്നിൽ അടഞ്ഞാലും നമ്മൾ പറയണം: എൻ്റെ ഈശോയുണ്ട്, എൻ്റെ ഈശോയുടെ ശക്തിയുണ്ട്, എൻ്റെ ഈശോയുടെ കരുത്തുണ്ട്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറയായിരുന്നു: അച്ഛാ ഇനിയൊരു രക്ഷയില്ല, ജീവിതം കഴിഞ്ഞു, എനിക്കിനി ആത്മഹത്യ അല്ലാതെ ഒരു വഴിയില്ല, കടം കയറിയിട്ട് തകർന്ന് നിൽക്കുകയാണ്, ഇനിയൊരു രക്ഷയില്ലെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു: അങ്ങനെ പറയരുത്, രക്ഷയുണ്ട്. രക്ഷ ആരിലാണുള്ളത്? രക്ഷ ആരിലാണുള്ളത്? ഈശോയിലെ രക്ഷയുള്ളൂ, വേറെ ആരിലും രക്ഷയില്ല. ഞാൻ പറഞ്ഞു: ചേച്ചി അവസാനം വിജയിക്കും, അന്തിമമായ വിജയം ഈശോയിലൂടെ ചേച്ചിക്ക് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി അത് വിശ്വസിച്ചു. എന്ത് ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നാലും വേദനകൾ വന്നാലും നമ്മൾ പറഞ്ഞേക്കരുത്: അയ്യോ തീർന്നു, ഇനി എനിക്ക് രക്ഷയില്ല. എന്താണ് പലരും നിരാശയുടെ വാക്കുകളെ പറയുക: എനിക്ക് രക്ഷയില്ല, എൻ്റെ ജീവിതം തീർന്നു, ഇനി ആർക്കും എന്നെ കയറ്റിക്കൊണ്ട് വരാൻ പറ്റത്തില്ല. ഈ നിരാശ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന് പോലും എന്നെ രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന വിചാരമാണ് നിരാശ. ദൈവത്തിന് പോലും എന്നെ രക്ഷപ്പെടുത്താനാവില്ല എന്ന ചിന്തയാണ് നിരാശ. നിരാശ ദൈവത്തിൽ നിന്നല്ല, സാത്താനിൽ നിന്നാണ് വരുന്നത്. ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും പ്രതിസന്ധികളുണ്ടായാലും നിരാശയുടെ വാക്കുകളല്ല, പ്രത്യാശയുടെ വാക്കുകളായിരിക്കണം നമ്മുടെ അധരങ്ങളിൽ നിന്ന് വരേണ്ടത്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരസ്പരം പറഞ്ഞ് നിരാശ വേണ്ട, പ്രത്യാശ മതി എന്ന് പറഞ്ഞ് ഒരു പ്രത്യാശയുടെ വാക്ക് അങ്ങോട്ട് പരസ്പരം പറഞ്ഞ്. ഒരു പ്രത്യാശയുടെ വാക്ക്. ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ. പറഞ്ഞേ: ഈശോ നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, ഈശോ എന്നും നിന്നെ നയിക്കട്ടെ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടോ, നമ്മൾ ഒരിക്കലും നിരാശയുടെ വാക്ക് പറയരുത്. നിരാശ വന്നാൽ പിശാച് കയറി എന്നുള്ളതാണ്. താൽക്കാലികമായിട്ട് നിരാശയുടെ ചിന്തകൾ തലയിലും ഹൃദയത്തിലും വന്നാലും, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും പറയണം: എൻ്റെ കർത്താവുണ്ട്, എൻ്റെ കർത്താവിൻ്റെ കരുത്തുണ്ട്. ചിലപ്പോൾ ഡോക്ടർമാർ പറയും, നിങ്ങൾ ചിലപ്പോൾ മാരകമായ രോഗത്തിലൂടെ കടന്നു പോവുമായിരിക്കാം. ഡോക്ടർമാർ പറയും 6 ആഴ്ചയും കൂടെ ഉള്ളൂ, 2 ആഴ്ചയും കൂടെ ഉള്ളൂ, തീർന്നു കേട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ പറയണം: ഡോക്ടറല്ലേ പറഞ്ഞത്, ആര് പറഞ്ഞിട്ടില്ല? ഈശോ പറഞ്ഞിട്ടില്ല. ഞാൻ ഓർക്കാണ്, വടകരയിൽ നിന്ന് ഭാര്യയും ഭർത്താവും 2 പേരും ക്യാൻസർ രോഗികളാണ്. ഒരാൾക്ക് ലങ്സിൽ, ഒരാൾക്ക് തൊണ്ടയിൽ, 2 പേരും ക്യാൻസർ രോഗികളാണ്. 2 പേരോട് അതിനകത്ത് അമ്മേനോട് ഡോക്ടർ പറഞ്ഞു ഉത്തരം 6 മാസം കൂടി ജീവിക്കുള്ളൂ എന്ന്. 6 മാസം കൂടിയേ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അമ്മ എൻ്റെ മുന്നിൽ വന്നിട്ട് പറയാണ്: ഡോക്ടർ 6 മാസം എനിക്ക് തന്നുള്ളൂ, ആ ഡോക്ടർ പറഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ട് 16 വർഷമായി, ഇപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുകയാണ്. എൻ്റെ കർത്താവിനെ ഞാൻ വിശ്വസിക്കുന്നു, ഡോക്ടറിനേക്കാളും ആരിൽ വിശ്വസിക്കുന്നു? അപ്പം നമ്മൾ ജീവിതത്തിൽ നെഗറ്റീവ് സാഹചര്യങ്ങൾ നോക്കി പറയണം: കർത്താവുണ്ട്, കർത്താവിൻ്റെ സ്നേഹമുണ്ട്, കർത്താവിൻ്റെ കരുതലുണ്ട്. ഏറ്റു പറഞ്ഞ്: കർത്താവുണ്ട്, കർത്താവിൻ്റെ സ്നേഹമുണ്ട്, കർത്താവിൻ്റെ കരുതലുണ്ട്. പരസ്പരം പറയും: കർത്താവിൻ്റെ കരുതലുണ്ട്. ഇനി എന്ത് കടബാധ്യത വന്നാലും കർത്താവുണ്ട്, കർത്താവിൻ്റെ കരുതലുണ്ട്, കർത്താവിൻ്റെ സ്നേഹമുണ്ട്. എന്ത് പ്രതിസന്ധി വന്നാലും പറയണം: കർത്താവുണ്ട്, കർത്താവിൻ്റെ സ്നേഹമുണ്ട്, കർത്താവിൻ്റെ കരുതലുണ്ട്. കൈവീശിയേ. ഒരിക്കലും നമ്മൾ നിരാശയുടെ വാക്കുകൾ പറയാതിരിക്കുക. 1 സാമുവേൽ 17-ാം അധ്യായം എഴുതി വെച്ചോ. 1 സാമുവേൽ 17-ാം അധ്യായത്തിൽ ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള മല്ലയുദ്ധം നമ്മൾ കാണുകയാണ്. ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള മല്ലയുദ്ധം നമ്മൾ കാണുകയാണ്. ഈ ഗോലിയാത്ത്
അവൻ്റെ പടച്ചട്ടയെക്കുറിച്ചും അവൻ്റെ കുന്തത്തെക്കുറിച്ചും ഒക്കെ വർണ്ണനകളുണ്ട്. ഇത്ര കിലോ ഇത്ര ഷക്കൽ ഭാരമുണ്ടായിരുന്നു. അവൻ്റെ ഉയരത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവൻ്റെ ആകാര വടിവിനെക്കുറിച്ചും വണ്ണത്തെക്കുറിച്ചും പൊക്കത്തെക്കുറിച്ചൊക്കെ വചനം വളരെ വ്യക്തമായിട്ട് 17-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. ദാവീദാണെങ്കിൽ ആരാണ്? ദാവീദ് ആരാണ്? ഒരാട്ടിടയനാണ്. ഉദ്ദണ്ഡനായിട്ടുള്ള ഗോലിയാത്തിൻ്റെ അടുത്തേക്ക് ദാവീദ് പോകുമ്പോൾ ദാവീദിൻ്റെ കയ്യിൽ എന്താണുള്ളത്? കവണയും കല്ലും. ഇത് രണ്ടും മാത്രമേ ദാവീദിൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ഗോലിയാത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഗോലിയാത്ത് ഉദ്ദണ്ഡൻ ഇങ്ങനെ കുന്തമൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, പരിചയമൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ദാവീദ് അടുത്തേക്ക് ചെല്ലുമ്പോൾ പറയും, നിന്നെ ഇന്ന് ഞാൻ പിച്ച് ചിന്തും, നിൻ്റെ മാംസം ഞാൻ കഴുകന്മാർക്ക് ഇട്ടുകൊടുക്കും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ദാവീദ് പറയുന്ന ഒരു വാക്കുണ്ട്, അതായത് 1 സാമുവേൽ 17:45 ദാവീദ് ആ ഒരു പ്രതിസന്ധിയിലും വിശ്വാസത്തിൻ്റെ വാക്കാണ് പറയുന്നത്. ദാവീദ് പറയാണ്, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത്. ഏറ്റുപറഞ്ഞേ, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. രോഗമൊക്കെ വരുമ്പോൾ പറയണം, വാളും കുന്തവും ചാട്ടുളിയുമായിട്ട് രോഗമേ, ക്യാൻസർ രോഗമേ, ഹൃദ്രോഗമേ, കരൾ രോഗമേ, ലിവർ രോഗമേ, അല്ലെങ്കിൽ കിഡ്നി രോഗമേ, നീ വരുന്നു. ഇനി ഏറ്റു പറഞ്ഞ്, ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത്. കണ്ടോ, സൈന്യങ്ങളുടെ നാമത്തിൽ, കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? കവണ അങ്ങോട്ട് കറക്കി ഒരു കീറാണ്. ആ ഉദ്ദണ്ഡന് എന്ത് പറ്റി? കവണ അടിച്ച് അവൻ്റെ നെറ്റിയിൽ കറക്റ്റ് കൊണ്ടുവന്നുള്ളതാണ്. താഴെ വീണു, അവൻ വാളൂരി ഗോലിയാത്തിൻ്റെ തല വേർപെടുത്തി, ശരീരത്തിൽ നിന്ന് വേർപെടുത്തി എന്നാണ് വചനം കാണുന്നത്. ഗോലിയാത്തിൻ്റെ പോലെ പ്രശ്നങ്ങൾ ഇന്നലെകളിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകാം, ഇനിയും വരാനിരിക്കുന്നുണ്ടാകാം, ഇപ്പോൾ ചിലപ്പോൾ കടന്നു പോകുന്നുണ്ടാകാം. പറയണം, കർത്താവുണ്ട്, പിന്നെ കർത്താവിൻ്റെ സ്നേഹമുണ്ട്, കർത്താവിൻ്റെ കരുതലുണ്ട്. ഏത് ഗോലിയാത്ത് വന്നാലും പറയണം, കണ്ണടച്ചിട്ട് പറയണം, കർത്താവുണ്ട്, കർത്താവിൻ്റെ സ്നേഹമുണ്ട്, കർത്താവിൻ്റെ കരുതലുണ്ട്. അല്ലാതെ ഗോലിയാത്ത് വരുമ്പോൾ അയ്യോ കുടുങ്ങി, തീർന്നേ, ഇനി എനിക്ക് രക്ഷയില്ലേ, മരിച്ചാൽ മതി എന്നുള്ള ചിന്തയിലേക്ക് വരരുത്. എന്തു വന്നാലും, മരിക്കേണ്ടി വന്നാലും, ഞാൻ പറയാം, കൃത്യമായിട്ട് പറയാണ്, മരിക്കേണ്ടി വന്നാലും പറയണം. രോഗം വന്ന് മരിച്ചാലും പറയണം, എൻ്റെ കർത്താവുണ്ട്, കർത്താവിൻ്റെ സ്നേഹമുണ്ട്, കർത്താവിൻ്റെ കരുതലുണ്ട്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയോ? പ്രതിസന്ധികൾ വന്നാൽ പറയോ? ഉറപ്പാണോ? കൈവീശ്. അവിശ്വാസത്തിൻ്റെ വാക്കുകൾ ഒരിക്കലും അധരങ്ങളിൽ നിന്ന് വരരുത്. അപ്പോൾ വിശ്വാസത്തിൽ ആഴപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം എന്താ? അല്ല, അത് ഇന്ന് പറഞ്ഞതാ. കഴിഞ്ഞ 2 പോയിന്റും കൂടി ഉണ്ടായിരുന്നു. വചനത്തിൽ വിശ്വസിക്കണം കേട്ടോ. വിശ്വാസത്തിൽ ആഴപ്പെടാൻ വേണ്ടിയിട്ട് 1 വചനത്തിൽ വിശ്വസിക്കണം, 2 വചനം കേൾക്കണം കേട്ടോ. വചനം കേട്ടുകൊണ്ടേയിരിക്കണം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ നിങ്ങൾ ഈ വചനമൊക്കെ പറഞ്ഞൊക്കെ വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അതോടൊപ്പം തന്നെ ഒരുപാട് അഴുക്കുകൾ ഈ മേഖലയിലുണ്ടെങ്കിലും ഇതിലൂടെ ദൈവത്തിൻ്റെ വചനം കേട്ട് അത് ഹൃദയത്തിൽ നിറയ്ക്കണം. എത്രമാത്രം വചനം കേൾക്കുന്നു അത്രയും നമ്മൾ വിശ്വാസത്തിൽ നിറയുമെന്നുള്ളതാണ്. റോമ 10:17 ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നും. അതാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ 2ാമത്തെ പോയിന്റ് വചനം കേൾക്കണമെന്നുള്ളതായിരുന്നു. 3ാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം എന്നുള്ളതാണ്. 4ാമത്തേത് മറ്റുള്ളവരുടെ ഹൃദയങ്ങൾ വിശ്വാസം കൊണ്ട് നിറയ്ക്കണം. 4ാമത്തേതാണ് മറ്റുള്ളവരുടെ ഹൃദയങ്ങൾ വിശ്വാസം കൊണ്ട് നിറയ്ക്കണം. വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള മറ്റൊരു വഴിയാണ് മറ്റുള്ളവരുടെ ഹൃദയങ്ങൾ വിശ്വാസം കൊണ്ട് നിറയ്ക്കണം. എഴുതി വെച്ചോ, മറ്റുള്ളവരുടെ ഹൃദയങ്ങൾ വിശ്വാസം കൊണ്ട് നിറയ്ക്കണം. ഇപ്പോൾ ഒരു കാര്യം അച്ഛൻ പറയട്ടെ, അച്ഛൻ വചനപ്രഘോഷകനാണല്ലോ, ആണല്ലോ അല്ലേ?
ഇപ്പം ഞാനുണ്ടല്ലോ ഇതൊക്കെ പഠിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ഹൃദയം ജ്വലിക്കൂല. മറിച്ച് ഈ വചനമൊക്കെ പഠിച്ചിട്ട് നിങ്ങളോട് പറയും തോറും എൻ്റെ വിശ്വാസം വളരാണ്. മനസ്സിലായോ? ഞാനിതൊക്കെ വായിച്ചിട്ട്, ബൈബിൾ വായിച്ചിട്ട് ഞാൻ എന്നിൽ തന്നെ ഒതുങ്ങി നിന്ന എൻ്റെ വിശ്വാസം ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കുള്ളൂ. മറിച്ച് ഞാൻ ഈ പഠിച്ച കാര്യങ്ങൾ, എൻ്റെ ഹൃദയത്തിൽ ലഭിച്ച ബോധ്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ മാത്രം അറിയത്തുള്ളൂ. പക്ഷെ ഒരു ധ്യാനഗുരുവായ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങൾ അറിയാം. ഇപ്പം കേട്ട് ഞാനത് മറ്റുള്ളവരോട് പറയുമ്പോൾ എൻ്റെ വിശ്വാസവും ജ്വലിക്കും, നിങ്ങളുടെ വിശ്വാസവും ജ്വലിക്കും. കണ്ടോ, നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് മറ്റുള്ളവരുടെ ഹൃദയങ്ങൾ വിശ്വാസം കൊണ്ട് നിറയ്ക്കണം. ചില അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ ഉണ്ട്, കാണാൻ വരുമ്പോൾ അച്ഛാ എന്നെ ഈശോ ഇന്ന രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി, ഇന്ന കടബാധയിൽ നിന്ന് രക്ഷപ്പെടുത്തി. ആരെ കണ്ടാലും എപ്പോൾ കണ്ടാലും ഈശോയെക്കുറിച്ച് മാത്രം പറയുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെ പറയണം. ഈശോയുടെ പ്രവർത്തികളെക്കുറിച്ച്, നന്മകളെക്കുറിച്ച് പ്രഘോഷിക്കാനും പ്രസംഗിക്കാനും ഉള്ളൊരു വിളി നമുക്കെല്ലാവർക്കും ഉണ്ട്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 13:1-9. മത്തായി 13:1-9. മത്തായി 13:1-9. വിധക്കാരൻ്റെ ഉപമ എഴുതി വെച്ചോ. വിധക്കാരൻ്റെ ഉപമ മത്തായി 13:1-9 നമ്മൾ വായിച്ച് കേൾക്കുക. വിധക്കാരൻ്റെ ഉപമയാണ്. എഴുതി കഴിഞ്ഞോ? എഴുതിയോ? വിധക്കാരൻ്റെ ഉപമേനെ ഉണ്ണിമോൾ എഴുതിയോ? വിധക്കാരൻ്റെ ഉപമ. ഇനി ശ്രദ്ധിച്ചോട്ടോ. വിധക്കാരൻ്റെ ഉപമയിൽ വിധക്കാരൻ എവിടെയൊക്കെയാണ് വിത്ത് വിതയ്ക്കുന്നത്? ഒന്ന്, വഴിയരികിൽ. വഴിയരികിൽ തലയിലേക്ക് കൊണ്ടുവന്നെ കേട്ടോ, കൃത്യമായിട്ട് കൊണ്ടുവരണം. അക്രൈസ്തവരൊക്കെ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, എവിടെയാണ് വിതയ്ക്കുന്നത്? വഴിയരികിൽ. രണ്ട്, പാറപ്പുറത്ത്, പാറമേൽ. രണ്ട്, പാറമേൽ. മൂന്ന്, മുള്ളുകൾക്കിടയിൽ, മുൾച്ചെടികൾക്കിടയിൽ. നാല്, നല്ല നിലത്ത്. ഇപ്പം കൃത്യമായിട്ടത് മനസ്സിലേക്ക് വന്നാൽ ഇനി അച്ഛൻ പറയുന്ന കാര്യം മനസ്സിലാവുള്ളൂ. ഒന്ന്, വഴിയരികിൽ. രണ്ട്, പാറപ്പുറത്ത്. മൂന്ന്, മുൾച്ചെടികൾക്കിടയിൽ. നാല്, നല്ല നിലത്ത്. ഇനി ശ്രദ്ധിച്ചോ, ഈ 4 നിലത്ത് വീണതും 4 തരത്തിലുള്ള മനുഷ്യരാണ്. 4 തരം മനുഷ്യർ എഴുതി വയ്ക്കുക. 4 തരം മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ. 4 തരം മനുഷ്യർ. 4 തരം മനുഷ്യർ. ഒന്നാമത്തേത് വഴി മനുഷ്യർ. എഴുതി വയ്ക്കുക. വഴി മനുഷ്യർ. ഒന്നാമത്തേത് വഴി മനുഷ്യർ. ഇങ്ങനെ നോക്ക്. വഴി മനുഷ്യർ ആരാണെന്ന് ചോദിച്ചാൽ ഈ വഴിയിലിരിക്കുന്നവരെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഇല്ല, വഴിയിൽ ഇപ്പോൾ വിത്ത് വിതച്ച് കഴിഞ്ഞാൽ വഴിയിൽ കൂടി നടന്നു പോകുന്ന ആളുകളൊക്കെ ചവിട്ടി അത് നശിപ്പിച്ച് കളയും. മനസ്സിലായോ? ഇതുപോലെയാണ് വഴി മനുഷ്യരെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അവർക്ക് ഒരു വിശ്വാസമൊന്നുമില്ല. മനസ്സിലായോ? വഴി മനുഷ്യർക്ക് പ്രത്യേകിച്ച് വിശ്വാസമൊന്നുമില്ല. അവർ പള്ളിയിൽ പോകത്തില്ല, കൗദാശിക ജീവിതമില്ല, കർത്താവിനോട് പ്രാർത്ഥിക്കത്തില്ല, ധ്യാനം കൂടത്തില്ല, ജപമാല ചൊല്ലത്തില്ല. ഉള്ളിൽ നിരീശ്വരവാദവും മറ്റ് തത്വസംഹിതകളിലൊക്കെയുള്ള വിശ്വാസം മൂലം കംപ്ലീറ്റ് ഇരുട്ടാണ്. അതാണ് വഴിമനുഷ്യരെന്ന് പറയുന്നത്. ചുരുക്കത്തിൽ എഴുതിക്കോ, ദൈവവിശ്വാസമില്ലാത്തവർ. വഴിമനുഷ്യർ. പ്രാർത്ഥനയില്ല, കൂദാശകളില്ല, ഒന്നുമില്ലാതെ ഇരുട്ടിൽ കഴിയുന്ന മനുഷ്യരാണ് വഴിമനുഷ്യരെന്ന് പറയുന്നത്. വഴിമനുഷ്യർ നമ്മുടെയൊക്കെ കുടുംബത്തിലുണ്ടാവും. എത്ര പറഞ്ഞാലും പള്ളി പോകത്തില്ല, എത്ര പറഞ്ഞാലും പ്രാർത്ഥിക്കത്തില്ല, എത്ര പറഞ്ഞാലും കുടുംബ പ്രാർത്ഥനയ്ക്ക് വരത്തില്ല, എത്ര പറഞ്ഞാലും കുമ്പസാരിക്കത്തില്ല, എത്ര പറഞ്ഞാലും കൂദാശയില്ല, ഒന്നുമില്ല. ആദ്യം പള്ളിയിൽ വരുന്നത് ജ്ഞാനസ്നാനത്തിനായിരിക്കും, പിന്നെ വരുന്നത് കല്യാണത്തിനായിരിക്കും, അല്ലെങ്കിൽ ഓപ്പറേഷനൊക്കെ ആയിരിക്കും, പിന്നെ വരുന്നത് മരിക്കുമ്പോഴായിരിക്കും. ഇതൊരു നിവൃത്തിയില്ലാതെ വരുന്ന ആളുകളാണ്. ഇങ്ങനെയുള്ളവരാണ് വഴിമനുഷ്യരെന്ന് പറയുന്നത്. ഉള്ളിൽ ഒന്നുമില്ല, ഒരു പ്രാർത്ഥനയില്ല, ഒരു ദൈവത്തോടൊരു ദാഹവുമില്ല. നമ്മുടെ ഇടവകളിലൊക്കെ ഉണ്ടാവും. ചില സമയത്ത് ഞാൻ ചില ഇടവകളിലൊക്കെ ഇരിക്കുമ്പോൾ ചില ആൾക്കാരെയൊക്കെ കാണുമ്പോൾ താൻ ആരാന്ന് ചോദിക്കേണ്ടി വരും. ഇവിടെ പള്ളിയിൽ വന്നിട്ടില്ല. കുറച്ചാളുമ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടൻ വന്നു. ചേട്ടൻ ഏതാ ഇടവക? ഞാൻ ഈ ഇടവക. ഞാൻ കണ്ടിട്ടില്ലല്ലോ. അത്
എവിടെ പോയിച്ചു അത് ഒന്നും പറയാനില്ല, കിടന്ന് വട്ടം കറങ്ങാന്നല്ലാതെ. ചില കുറച്ച് മാസം മുമ്പ് ഒരു യുവാവിനെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഏതാ ഇടവക? ഞാൻ പോയി താഴത്തപ്പള്ളി ആയിരിക്കും എന്ന് ചോദിച്ചു. ഇല്ല, ഈ ഇടവകയാണ്. നീ വിദേശത്തിലെടുത്തായിരുന്നു? അല്ല, ഇവിടെ ഉണ്ടായിരുന്നു. എന്താ വരാഞ്ഞ? ഒന്ന് കറങ്ങാന്നല്ലാതെ ആൾക്ക് കാര്യം പറയാനില്ല. അത് വഴി മനുഷ്യരാണ്. ഒരു വിശ്വാസവും ഒരു പ്രാർത്ഥനയും ഒന്നുമില്ല. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത് വിത്ത് വീണത് എവിടെയാണ്? ഒന്നാമത് വിത്ത് വീണത് എവിടെയാണ്? വഴിയിൽ വീണ മനുഷ്യർ പറയുന്ന പേരെന്താ? വഴി മനുഷ്യർ. രണ്ടാമത് വീഴുന്നത് പാറമേൽ. ആ പാറമേൽ വീണ വിത്തുകൾ പറയുന്ന പാറ മനുഷ്യർ. എഴുതി വെച്ചോ, പാറ മനുഷ്യർ. പാറയ്ക്കുള്ള പ്രത്യേകത എന്താ? വിത്ത് അവിടെ വീണു. എന്താ പറയുന്നത് പിന്നെ? ആഴമില്ലാത്തതിനാൽ വേര് ഉറച്ചില്ല, അത് പെട്ടെന്ന് തന്നെ നശിഞ്ഞു പോയി എന്നാ പറയുക. ഈ പാറ മനുഷ്യരെന്ന് വെച്ചാൽ പള്ളിയിൽ പോകുമെന്ന് വെച്ചാൽ പള്ളിയിൽ പോവും, പള്ളിയിൽ പോവില്ലെന്ന് വെച്ചാൽ പള്ളിയിൽ പോവില്ല. മനസ്സിലായോ? അമ്മ പറയും ഞായറാഴ്ച അമ്മ എടാ പള്ളിയിൽ പോടാ, എടീ പള്ളിയിൽ പോടി എന്ന് പറഞ്ഞ് അമ്മ നിർബന്ധിച്ചാൽ മാത്രം പള്ളിയിൽ പോകും. ഉള്ളിൽ പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല. ഉള്ളിൽ ഈശോയെ ആരാധിക്കണമെന്നോ ഒരു ധ്യാനം കൂടണമെന്നോ വചനം കേൾക്കണമെന്നോ ഒരു ദാഹമില്ല. മറ്റുള്ളവരെ നിർബന്ധിക്കുന്നത് കൊണ്ട് പോകുന്നു. അമ്മ നിർബന്ധിക്കൊണ്ട് പോകുന്നു, അപ്പം നിർബന്ധിക്കൊണ്ട് പോകുന്നു. ഇവർ രണ്ടും ഇല്ലാതായ ഒരിക്കലും ഇതുങ്ങൾ പള്ളിയിൽ പോകത്തില്ല. വേരില്ല. ആഴങ്ങളിലേക്ക് വേരിറങ്ങാത്ത മനുഷ്യരാണ് പാറ മനുഷ്യരെന്ന് പറയുന്നത്. എഴുതി വെച്ചോ, കുറവ് വിശ്വാസമുള്ളവർ, അല്ലെങ്കിൽ കുറച്ച് വിശ്വാസമുള്ളവർ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച് ഈശോയേ, ഈശോയേ, ഈശോയേ എഴുതി. ഇനി മൂന്നാമത്തേത് എവിടെയാണ് വീണത്? എവിടെ വീണത്? മുൾച്ചെടികൾ. എഴുതിയിരിക്കും മുള്ളു മനുഷ്യർ. ആദ്യത്തേത് വഴി മനുഷ്യർ. വഴി മനുഷ്യരുടെ പ്രത്യേകത എന്താ? ഒരു വിശ്വാസവും ഇല്ല. അപ്പനമ്മയും പറഞ്ഞാലും പള്ളിയിൽ പോകത്തില്ല, വികാരിച്ചനും വിളിച്ചാലും പള്ളിയിൽ പോകത്തില്ല, കൊച്ചച്ഛൻ വിളിച്ചാൽ പള്ളിയിൽ പോകത്തില്ല, സിസ്റ്റർമാർ വിളിച്ചാലും ആര് വിളിച്ചാലും പള്ളിയിൽ പോകത്തില്ല. അതൊന്ന്. രണ്ടാമത്തെ ആരാ? പാറ മനുഷ്യരെന്ന് പറഞ്ഞാൽ എന്താ? ഒരിച്ചിരി വിശ്വാസമുണ്ട്, അത് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്നതുകൊണ്ട് പോകുന്നു മാത്രമേ ഉള്ളൂ. വിശ്വാസം ആഴത്തിലില്ല, പെരിഫറൽ തൊലിപ്പുറത്തുള്ള വിശ്വാസം മാത്രമേ ഉള്ളൂ. മൂന്നാമത്തേത് മുള്ളു മനുഷ്യർ. മുള്ളു മനുഷ്യരെന്ന് പറഞ്ഞാൽ പള്ളിയിലൊക്കെ പോവും, പറ്റുമെങ്കിൽ എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോവും, ധ്യാനത്തിനൊക്കെ പങ്കെടുക്കും, ഭയങ്കര പ്രാർത്ഥനയൊക്കെ ഇരിക്കുള്ളൂ, കൊന്തൊക്കെ കുറേയൊക്കെ ചൊല്ലും, ഇഷ്ടംപോലെ പ്രാർത്ഥനയും എല്ലാം ഉണ്ട്, നല്ല തികഞ്ഞ ആളുകളാണ്. ജീവിതത്തിലൊരു പനി വന്നു കഴിഞ്ഞാൽ കർത്താവേ നീ എന്തിനെന്നോട് ഇങ്ങനെ പ്രവർത്തിച്ചു എന്ന് ചോദിക്കുന്ന ടീംസാണ്. സങ്കടമൊന്നും പാടില്ല. ബാങ്ക് ബാലൻസ് ഇങ്ങോട്ട് പോയ മമ്മട്ടിയുടെ സ്വഭാവമാണ്. പൈസ ഇങ്ങോട്ട് പോരട്ടെ, എൻ്റെ മക്കൾക്ക് ആരോഗ്യം ഇങ്ങോട്ട് പോരട്ടെ, വിദേശത്ത് എല്ലാവരും കൂടി പോട്ടെ, നല്ല 5-6 വീടുണ്ടാവട്ടെ, ഐശ്വര്യം മാത്രം മതി. ദുഃഖമൊന്നും ഏറ്റെടുക്കാൻ പറ്റാത്ത ആളുകളാണ് ഈ മുള്ളു മനുഷ്യരെന്ന് പറയുന്നത്. മനസ്സിലായോ? ദുഃഖമൊന്നും പറ്റത്തില്ല, സഹനം പാടില്ല, വേദന പാടില്ല, അഭിവൃദ്ധി മാത്രം മതി. വിശ്വാസം ഉണ്ടോയെന്ന് വെച്ചാൽ വിശ്വാസമുണ്ട്, പക്ഷെ കാറ്റും കോളുമൊന്നും പാടില്ല. വളരെ നിശ്ചലമായി ഒഴുകുന്ന പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കണം. സമൃദ്ധി ഉണ്ടാവണം, ഐശ്വര്യം ഉണ്ടാവണം. ചുരുക്കത്തിൽ പറഞ്ഞ സഹനം ഏറ്റെടുക്കാൻ മടിക്കുന്ന ആളുകളാണ് ഈ മുള്ളു മനുഷ്യരെന്ന് പറയുന്നത്. സഹനം ഏറ്റെടുക്കാൻ മടിക്കുന്ന ആളുകൾ. എഴുതി വെച്ചോ, സഹനം ഏറ്റെടുക്കാൻ മടിക്കുന്ന ആളുകളാണ് മുള്ളു മനുഷ്യർ. ഇനി നാലാമത്തേതാ? ഇതാണ് നമ്മളെല്ലാവരും നല്ല മനുഷ്യർ. എഴുതി വയ്ക്കും, നല്ല മനുഷ്യർ. ഇതാണ് നമ്മൾ, സൂപ്പർ ആളുകളാണ്. അതായത് പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കും, പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഈശോയുണ്ട്, എൻ്റെ ഈശോയുടെ സ്നേഹമുണ്ട്, എൻ്റെ ഈശോയുടെ കരുതലുണ്ടെന്ന് ധൈര്യത്തോടെ പറയുന്നു. എന്തൊക്കെ പ്രശ്നം വന്നാലും എന്തൊക്കെ പ്രതിസന്ധി വന്നാലും കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തികൾ വചനം കേൾക്കുമ്പോൾ ഉദാഹത്തോടെ കേൾക്കും. വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് കൊതിയോടെ അത് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ
എല്ലാ ദിവസവും പള്ളിയിൽ പോവും, എല്ലാ ദിവസവും ജപമാല ചൊല്ലും, എല്ലാ ദിവസവും വിശുദ്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യും, വചനം കേൾക്കും, വചനമനുസരിച്ച് ജീവിക്കും. ഇനി ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ഒരു കുഴപ്പമില്ല, എൻ്റെ കർത്താവ് തന്നതാണ്, എൻ്റെ കർത്താവ് തന്നത് ഇരു കരങ്ങളും നീട്ടി സ്വീകരിക്കുന്ന വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തികളാണ് ആര്? നല്ല മനുഷ്യർ. വലതുകരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പം ഇങ്ങനെ ചിന്തിക്കുക. ഇപ്പം 4 തരം മനുഷ്യരെ നമ്മൾ കണ്ടു: വഴി മനുഷ്യർ, പാറ മനുഷ്യർ, മുള്ളു മനുഷ്യർ, നല്ല മനുഷ്യർ. ഇപ്പം ഇങ്ങനെ ചിന്തിക്കണം, നമ്മളെല്ലാവരും നല്ല മനുഷ്യരാണെന്ന് വിചാരിച്ചോ? പരസ്പരം പറഞ്ഞേ, നമ്മളെല്ലാവരും നല്ല മനുഷ്യരാണെന്ന് പറഞ്ഞു. അപ്പോൾ 4 തരത്തിലുള്ള മനുഷ്യർ, നല്ല മനുഷ്യരെക്കുറിച്ചും പറഞ്ഞു. അപ്പം ഇങ്ങനെ ചിന്തിക്കുക, നമ്മളെല്ലാവരും നല്ല മനുഷ്യരാണെന്ന് ചിന്തിക്കുക. ദൈവവചനത്തിന് വേണ്ടി ദാഹിക്കുകയും കൊതിക്കുകയും ആ വചനം പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന വിശുദ്ധ ജന്മങ്ങളാണെന്ന് വിചാരിച്ചോ? ഇനി നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ വഴി മനുഷ്യരെ നല്ല മനുഷ്യരാക്കാനും, പാറ മനുഷ്യരെ നല്ല മനുഷ്യരാക്കാനും, മുള്ളു മനുഷ്യരെ നല്ല മനുഷ്യരാക്കാനുള്ളൊരു വിളി ആർക്കുണ്ട്? ആർക്കുണ്ട്? നമുക്കെല്ലാവർക്കും ഉണ്ട്. ഈ വഴി മനുഷ്യർ മാറുമോ? വഴി മനുഷ്യർ, ഒരു വിശ്വാസം ഇല്ലാത്ത ആള് വിശ്വാസത്തിലേക്ക് വരുമോ? ഉറപ്പുണ്ടോ? 100% ഉറപ്പാണോ? കഴിഞ്ഞ ദിവസം ഒരമ്മച്ചി വിളിച്ചിട്ട് എന്നോട് പറയായിരുന്നു, അച്ഛാ എൻ്റെ ഭർത്താവ് ഈ വഴി മനുഷ്യനായിരുന്നു. വഴി മനുഷ്യൻ എന്നല്ല പറഞ്ഞത്, ഒരു വിശ്വാസം ഇല്ലാത്ത മനുഷ്യനായിരുന്നു. വെറും കുടിയനായിരുന്നു, വെറും കുടിയൻ. കുടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര കുടി. കുടിച്ച് എൻ്റെ 4 മക്കളും ഒക്കെ വിഷമിച്ച് തകർന്ന് നിൽക്കുമായിരുന്നു. ആ സമയത്താണ് ഇയാൾക്ക് അറ്റാക്ക് വരുന്നത്. അറ്റാക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഒരു തുള്ളി കുടിച്ചാൽ താൻ തട്ടിപ്പോകുന്നു. അതോടെ അയാൾക്ക് പേടിയായി. ഭാര്യയുടെ പ്രാർത്ഥന കേട്ടു എന്ന് മനസ്സിലാക്കിയാൽ മതി. അദ്ദേഹം പിന്നെ കുടിച്ചിട്ടില്ല. 10-22 വർഷമായി. ഇതുവരെ പ്രായമായ മനുഷ്യനാണ്, ഇതുവരെ കുടിച്ചിട്ടില്ല. പാറ മനുഷ്യൻ മാറും. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, പാറ മനുഷ്യൻ മാറും. പണ്ട് ഈ ആണുങ്ങളോടായിരുന്നു പറയേണ്ടിയിരുന്നത് കുടിക്കലായിരുന്നു. ഇന്ന് സ്ത്രീകളോടും പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. നമുക്ക് പറയാൻ പറ്റത്തില്ല ആരൊക്കെയാണ് കുടിക്കുന്നത് കുടിക്കാതിരിക്കുന്നതെന്ന്. അപ്പോൾ ശ്രദ്ധിക്കുക, മദ്യപാനികളും വ്യഭിചാരികളും പരദൂഷകരൊന്നും ഒരിക്കലും സ്വർഗ്ഗരാജ്യം സ്വന്തമാക്കില്ലെന്നാണ് വചനം പറയുക. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച് ഈശോയേ, 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 ഈശോയേ. ഈ വഴി മനുഷ്യരും പാറ മനുഷ്യരും മുള്ളു മനുഷ്യരൊക്കെ മാറും. നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ പ്രാർത്ഥന കൊണ്ടും അങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് കഴിയും. വിശ്വാസമുണ്ടോ? അങ്ങനെ ആരെങ്കിലും ഈ കൂട്ടത്തിൽ ആരെങ്കിലും മാറ്റിയെടുത്തിട്ടുണ്ടോ? അമ്മണിയമ്മ. പിന്നെ ആരെങ്കിലും ഉണ്ടോ? ചേച്ചി. പിന്നെ ആരെങ്കിലും ഉണ്ടോ മാറ്റിയെടുത്തിട്ടുള്ള? കുടുംബത്തിലുള്ള ആരെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും പ്രവൃത്തി കൊണ്ടും മാറ്റിയെടുത്തവർ? അമ്മച്ചിയുണ്ട്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാം. ഒന്നാമത്തേത് വിശുദ്ധ മോനിക്കാമ്മ അല്ലേ? വിശുദ്ധ മോനിക്കായുടെ മകൻ്റെ പേരെന്താ? അഗസ്റ്റിൻ. ഹിപ്പോയിലെ വിശുദ്ധ അഗസ്റ്റിൻ. അദ്ദേഹം വേദപാരംഗതനാണ്, ഡോക്ടർ ഓഫ് ദ ചർച്ചാണ്, പണ്ഡിതനാണ് അദ്ദേഹം മനേക്കിയൻ പാഷണ്ഡതയിൽ പെട്ടിട്ട് അദ്ദേഹത്തിനൊരു ഭാര്യ ഉണ്ടായിരുന്നു, അവിഹിത ബന്ധം ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞുണ്ടായിരുന്നു. അത്രയും വഴിവിട്ട ജീവിതം നയിച്ച മകനെ ആരാണ് നല്ല മനുഷ്യരാക്കി മാറ്റിയത്? അമ്മ എന്ത് ചെയ്തു? അമ്മ എന്താ ചെയ്തത് പറയും? എത്ര വർഷം? 17 വർഷം അമ്മ പ്രാർത്ഥിച്ച് കണ്ണീരണിഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഒരു മാറ്റം കൊടുത്തത്. ചിലപ്പോൾ ഉണ്ടല്ലോ കർത്താവ് ഒരു തട്ടൊക്കെ കൊടുത്ത് ശരിയാക്കൂട്ടോ. അമ്മമാരുടെ പ്രാർത്ഥനയൊക്കെ കേട്ടിട്ട് ചിലപ്പോൾ മക്കളൊക്കെ ഒരു അടിയൊക്കെ കൊടുത്ത് നന്നാക്കും. ഒരു ഓർക്കാണ് ഒരു കുടിയൻ. അവൻ്റെ കുടി മാറാൻ വേണ്ടിയിട്ട് പെങ്ങൾ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുകയാണ്. 2 പേരും അനാഥരാണ്, വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ കുടി മാറണില്ല. ഭയങ്കര കുടിയൻ എന്ന് പറഞ്ഞാൽ പെരുംകുടിയൻ, നിസ്സാര കുടിയനല്ല, പെരുംകുടിയൻ. അപ്പം അങ്ങനെ ഒരു ദിവസം അവൻ കുടിച്ച് റോട്ടിൽ കൂടി പോയി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ കൊച്ച് ഒരു ബസ് കാത്ത് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ കുടിയനാണല്ലോ, അവന് പരിസരബോധമൊന്നുമില്ലല്ലോ. അവൻ ആ ബസ് സ്റ്റോപ്പിൽ പോയിരുന്ന് ഈ കൊച്ചിനെ എടുത്ത് വെറുതെ എടുത്ത് പൊക്കി ഒക്കത്ത് വെച്ചോളൂ. ഈ കൊച്ച് കരഞ്ഞു. നാട്ടുകാരൊക്കെ ഓടിക്കൂടി. ഇവൻ താഴ്ത്ത് വെക്കുമോ? കുടിച്ച് മതോന്മത്തനായിട്ട് നിൽക്കുകയല്ലേ. കൊച്ചു ഭയങ്കരമായിട്ട് കരഞ്ഞു. പിന്നെ ഇവനെതിരെ പോക്സോ കേസ് വന്നു. കൊച്ചിനെ കയറി പിടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് പോക്സോ കേസ് വന്നു. ഇപ്പം എന്തിനും പോക്സോ ആണല്ലോ. ഇന്ന് ആളുകളെയൊക്കെ ചതിക്കാൻ വേണ്ടി കൂടിയും ജെന്യുവൻ കേസുകളുണ്ട്.
പക്ഷെ ഒരു 5% ഉള്ളൂ ജെന്യൂൻ കേസുകൾ. അപ്പം അവന് 28 ദിവസം റിമാൻഡ് ചെയ്തു ജയിലിൽ. കേൾക്കണേ, 28 ദിവസം അവനെ റിമാൻഡ് ചെയ്തു ജയിലിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഇപ്പോൾ വർഷങ്ങളായിട്ട് അവൻ കുടിച്ചിട്ടില്ല. മനസ്സിലായോ? ജയിലിൽ 28 ദിവസം അവന് പച്ചവെള്ളം അല്ലാതെ ഒരു വെള്ളവും കിട്ടാതെ ആയപ്പോൾ അവനെ തന്നെ വിശദീകരിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. ദൈവം ചില സമയത്ത് ഒരു തട്ടൊക്കെ നമുക്ക് തരും, നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കും ഒരു തട്ട്. വല്ലാതെ ഞങ്ങൾ വഴിവിട്ട് പോയി കഴിയുമ്പോൾ അപ്പനും അമ്മയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരു തട്ടൊക്കെ കൊടുക്കും. അതിലൂടെ കർത്താവ് ഒരു സഹനത്തിലൂടെയൊക്കെ മനുഷ്യരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വിശുദ്ധ മോനിക്ക വഴിമനുഷ്യനായ, പാറമനുഷ്യനായ, മുള്ളു മനുഷ്യനായ ആരെയാണ്? വിശുദ്ധ അഗസ്റ്റിനെ നല്ല മനുഷ്യനാക്കി മാറ്റി. പിന്നെ വിശുദ്ധ യോഹന്നാൻ മംദാന, സെയിൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ പേരെന്താ? അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ പേരെന്താ? യോഹന്നാൻ്റെ സക്കറിയായും എലിസബത്തും. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ ശബ്ദമാണ് സ്നാപക യോഹന്നാൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഫരിസേയരോടോ നിയമജ്ഞരോടോ ഒക്കെ നോക്കി പറഞ്ഞിരുന്നത് എന്താ? അണൽ സന്തതികളെ ആസന്നമായ മരണത്തിൽ നിന്ന് ഓടിയകലുവിൻ എന്നാണ് അദ്ദേഹം സധൈര്യം വിളിച്ചു പറഞ്ഞിരുന്നത്. വിശുദ്ധനായതുകൊണ്ട് ആ വിശുദ്ധി ശക്തമായ പരിചയമായി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ വിശുദ്ധൻ്റെ വാക്കുകൾ കേട്ട് ഒത്തിരി പേര് മാനസാന്തരപ്പെട്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നല്ല മനുഷ്യരാണെങ്കിൽ ഈ വഴിമനുഷ്യരെയും പാറമനുഷ്യരെയും മുള്ളുമനുഷ്യരെയൊക്കെ മാനസാന്തരപ്പെടുത്താനുള്ള ഒരു വിളി കൂടി നമുക്കുണ്ട്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിന്നെ ഈശോ കാരണം നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈശോ കാരണം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം പറയണം. അതുകൊണ്ടാണ് അച്ഛൻ ആ മാസാദ്യ ശനിയാഴ്ച ഇന്നാണ് സാക്ഷ്യങ്ങളൊക്കെ പറയാനുള്ള അവസരമുള്ളത്. ഇപ്പോൾ സാക്ഷ്യങ്ങളൊക്കെ പറയണമെന്ന് പറയാൻ കാരണം എന്താ? ഇത് കേൾക്കുമ്പോൾ ആ കേൾക്കുന്നവൻ്റെ വിശ്വാസം വർദ്ധിക്കും, കേൾക്കുന്നവൻ്റെ വിശ്വാസം ജ്വലിക്കും എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 1-2 വർഷം മുമ്പ് കേട്ടിട്ടുള്ളതാണ് ഒരു വിശ്വാസ സാക്ഷ്യം. അതെനിക്ക് ഒത്തിരി എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. ലോകം അറിയപ്പെടുന്ന ഒരു ഗായകനുണ്ട്, ബെന്നി പ്രസാദ് എന്ന് പറഞ്ഞിട്ടൊരു ഗായകനുണ്ട്. യൂട്യൂബിലൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം. ബെന്നി പ്രസാദ് എന്ന് പറയുന്ന ഒരു ഗായകനുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ ഏകദേശം ഒരു 38 വയസ്സുണ്ടാവും. അതായത് 2 കുഞ്ഞുനാൾ മുതൽ, ജനിച്ച നാൾ മുതൽ അദ്ദേഹത്തിന് ആസ്മ രോഗം ഉണ്ടായിരുന്നു. ഭയങ്കര ആസ്മ രോഗമായിരുന്നു. 2 വയസ്സ് മുതൽ 14 വയസ്സ് വരെ ഈ ആസ്മയ്ക്ക് കഴിച്ചിരുന്ന മരുന്ന് തെറ്റായിരുന്നു. മനസ്സിലായോ? ഡോക്ടർ കൊടുത്ത മരുന്ന് തെറ്റായിരുന്നു. 16 വയസ്സായപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, ഇനി 6 മാസം കൂടി ജീവിച്ചിരിക്കുകയുള്ളൂ, ഇനി രക്ഷയില്ല, 6 മാസം കൂടി ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് ആ രോഗക്കിടക്കയിൽ കിടക്കുമ്പോൾ, അതിനു മുമ്പ് 14-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു സ്കൂളിൽ സ്പോർട്സ് മീറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ജാവലിൻ കണ്ടിട്ടില്ലേ? ജാവലിൻ വന്ന് പുറത്ത് കുത്തി കീറി, സ്പൈനൽ കോഡ് ഇഞ്ചേർഡായി. അങ്ങനെ സ്കൂളിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. പഠിക്കാൻ കൊള്ളൂല, അദ്ദേഹത്തിൻ്റെ പിതാവാണെങ്കിൽ സയൻറ്റിസ്റ്റാണ്, പഠിക്കാൻ ബുദ്ധിയില്ലെന്നും പറഞ്ഞ് അദ്ദേഹത്തെ 10ാം ക്ലാസ്സിൽ നിന്ന് തന്നെ പുറത്താക്കി. അങ്ങനെയാണ് 16-ാമത്തെ വയസ്സിൽ വെന്റിലേറ്ററിലാവുന്നത്, മരിക്കും എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരുന്നത്. അപ്പം അദ്ദേഹം പറയാണ്, സാക്ഷ്യത്തിൽ പറയാണ്, 16-ാമത്തെ വയസ്സിൽ ആ ബെഡിൽ കിടക്കുന്ന സമയത്ത് ആത്മഹത്യ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. കാരണം രക്ഷയില്ലല്ലോ. 70-60% ലങ്സ് കംപ്ലൈൻ്റായി, മരിക്കുമെന്നായി, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായ ആ മനുഷ്യന് മരിക്കുമെന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് അദ്ദേഹം വന്നു. അങ്ങനെ ആ കട്ടിൽ കിടക്കുന്ന സമയത്ത് തീരുമാനം എടുത്തു, ആത്മഹത്യ ചെയ്യണം. അങ്ങനെ ആത്മഹത്യ ചെയ്യാനായിട്ട് കസേരയ്ക്കിട്ട് മുകളിൽ കയറിയതാണ്. ഫാനിൽ കസേരയ്ക്കിട്ട് മുകളിൽ കയറിയതാണ്. അപ്പോൾ ഒരു സ്വരം കേൾക്കാൻ, ബെന്നി, ബെന്നി ഐ നീഡ് യു, ബെന്നി ഐ നീഡ് യു. 3 പ്രാവശ്യം ഒരു സ്വരം കേൾക്കാണ്, ബെന്നി ഐ നീഡ് യു, ബെന്നി എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. കർത്താവ് സംസാരിക്കുകയാണ് ആ വ്യക്തിയോട്, ബെന്നി എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. അപ്പോൾ കർത്താവിനോട് ബെന്നി ചോദിച്ചു, കർത്താവേ അങ്ങേക്ക് എന്നെ എന്തിനാണ്? എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ ശരീരവും പോക്കാണ്, എൻ്റെ ആത്മാവിൽ എനിക്ക് പ്രത്യേകിച്ചൊരു ഭക്തിയോ ദാഹമോ ഒന്നുമില്ല. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് പറഞ്ഞു, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. അന്ന് കർത്താവ് ബെന്നിക്കൊരു വാഗ്ദാനം കൊടുത്തു. ആ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ബെന്നിക്കൊരു വാഗ്ദാനം കൊടുത്തു. ബെന്നി, നീ മരിക്കൂല, നീ ലോകം മുഴുവനും എൻ്റെ വചനം പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. ബെന്നി, നീ ലോകം മുഴുവനും വചനം പ്രഘോഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. കർത്താവ് ആ മരണക്കിടക്കയിൽ നിന്ന് ബെന്നിക്ക് ആ വാഗ്ദാനം കൊടുത്തു. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയോ? 60% ലങ്സ് കംപ്ലൈൻ്റ് ആയ ഒരു മനുഷ്യൻ, 16-ാമത്തെ വയസ്സിൽ മരണക്കിടക്കയിൽ കിടന്ന മനുഷ്യൻ, പിന്നീട് എന്ത് സംഭവിച്ചെന്നാണ്? വേൾഡ് റെക്കോർഡ്, 6 വേൾഡ് റെക്കോർഡാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. 2004 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം സഞ്ചരിച്ച് തീർത്തത് 245 രാജ്യങ്ങൾ. 245 രാജ്യങ്ങൾ ആ കുറഞ്ഞ വർഷം കൊണ്ട് യാത്ര ചെയ്തിട്ട് 245 രാജ്യങ്ങളിൽ ആ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ മ്യൂസിക് പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച ലോകത്തിലെ ഒരേ ഒരു ഗായകനായിട്ട് അദ്ദേഹത്തെ ദൈവം ഉയർത്തി എന്നുള്ളതാണ്. നോക്കിയാൽ ലങ്സ് ഇല്ല, ലങ്സ് 60% കംപ്ലൈൻ്റ് ആയ ഒരു ചെറുപ്പക്കാരൻ പാട്ടുപാടാണ്. അത് മറ്റുള്ളവരെക്കാളും അഭിഷേകത്തോടെ കർത്താവിൻ്റെ സ്തുതിഗീതികൾ അദ്ദേഹം ആലപിക്കുകയാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പര്യടനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നോർത്ത് കൊറിയയിലെത്തി. നോർത്ത് കൊറിയ എവിടെ, ആരാണെന്നറിയോ നോർത്ത് കൊറിയ ഭരിക്കുന്നത്? നോർത്ത് കൊറിയയിൽ ആരാണെന്നറിയോ? ടെസക്കറിയോ? നിനക്കറിയോ? കിം ജോങ് യുൻ കണ്ടിട്ടുണ്ടോ? ഒരു ഉദ്ദണ്ഡനെ കണ്ടിട്ടുണ്ടോ? അവിടെ പരിപാടിക്ക് വന്നിട്ട് ഇപ്പം അച്ഛനാണ് കിം ജോങ് യുൻ എന്ന് വിചാരിച്ചോ, കൈയടിക്കാൻ പറഞ്ഞ് എല്ലാവരും കൈയടിച്ചോളണം. ആരെങ്കിലും ഉറങ്ങുവാണെങ്കിൽ അപ്പം തന്നെ വെട്ടിക്കളയും, കൊന്നുകളയും. ഭീകര രാഷ്ട്രമാണ്. അവിടെ മതമില്ല. മാവോ സേ തുങ് അദ്ദേഹത്തിൻ്റെ അപ്പനെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളനുസരിച്ച് ജീവിച്ചോളണം. ഒരാൾക്കും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമോ ഒന്നും പറയാൻ പറ്റത്തില്ല. കിം ജോങ് യുൻ ഭരിക്കുന്ന ആ രാഷ്ട്രത്തിൽ അദ്ദേഹം അവരുടെ നാഷണൽ ഡേയിൽ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ ക്ഷണിച്ചു. ആ രാഷ്ട്രം ക്ഷണിച്ചു. അപ്പം ബെന്നി അവിടെ ചെന്നേക്കാണ്. ബെന്നിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈശോ സുഖപ്പെടുത്തിയേക്കാണല്ലോ. മനസ്സിലായോ? 70% ഡാമേജ് ആയ ലങ്സ് കർത്താവ് സുഖപ്പെടുത്തിയേക്കാണല്ലോ, മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചേക്കാണല്ലോ. അപ്പം ബെന്നിക്ക് എവിടെ ചെന്നാലും ഈശോയെക്കുറിച്ച് പറയണം, ഒരു രക്ഷയില്ല. എവിടെ ചെന്നാലും ഈശോ സ്നേഹമാണ്, ഈശോ സുഖപ്പെടുത്തും. ബെന്നിക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞാലേ മതിയാവുള്ളൂ. പക്ഷെ അവിടെ പോയി ഈശോയെക്കുറിച്ച് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? നോർത്ത് കൊറിയയിലൊന്ന് പോയി നോക്കിപ്പോൾ അവർ ശരിയാക്കും, തന്തൂരി അടിക്കും നിങ്ങളെല്ലാവരും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ബെന്നി അവിടെ ചെന്ന് മ്യൂസിക്കൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ബെന്നി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബെന്നിയുടെ കൂടെ 2 ചാരന്മാരുണ്ട് എപ്പോഴും. ബെന്നി ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വചനം പറയുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ തട്ടിപ്പുകൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് 2 ചാരന്മാർ എപ്പോഴും ബെന്നിയുടെ കൂടെ നടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ബെന്നിക്ക് ഈശോയെക്കുറിച്ച് പറയാതെ ഇരിക്കാൻ പറ്റണില്ല. ബെന്നി ആരെ കണ്ടാലും, ട്രെയിനിൽ യാത്ര ചെയ്താലും, ബസ്സിൽ യാത്ര ചെയ്താലും, വിമാനത്തിൽ യാത്ര ചെയ്താലും ഈശോ സ്നേഹമാണ്, ഈശോ കരുതലാണ്. ഈശോയെക്കുറിച്ച് ഇങ്ങനെ പറയാതെ ബെന്നിക്ക് ഇരിക്കാൻ പറ്റില്ല. ബെന്നി എന്ത് ചെയ്യുന്നറിയാമോ? ആ ചാരന്മാരോട് ഈശോയെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. 2 ചാരന്മാർ, നോർത്ത് കൊറിയയിൽ 2 ചാരന്മാരുണ്ടല്ലോ, ആ ചാരന്മാർ സ്പൈസിനോട് ഈശോയെക്കുറിച്ച് പറഞ്ഞു. അവർ അപ്പം തന്നെ അവരുടെ ഗവർണറെ അറിയിച്ചു, ബെന്നി എന്ന് പറഞ്ഞ ആള് ഈശോയെക്കുറിച്ച് ഞങ്ങളോട് പറയാണ്, ഈശോയെക്കുറിച്ച് ഞങ്ങളോട് പറയാണ്. അപ്പം അന്ന് തന്നെ രാത്രി ബെന്നി അമ്മേനെയും അപ്പനെയും സഹോദരങ്ങളേക്ക് വിളിച്ച് പറഞ്ഞു, നാളെ ഞാൻ മരിക്കും കേട്ടോ, എനിക്ക് ഈശോയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റണില്ല, എനിക്ക് ഈശോയെക്കുറിച്ച് പറയാതിരിക്കാം. ഞാൻ അവരോട് ഈശോയെക്കുറിച്ച് പറഞ്ഞു, ഒരുപക്ഷെ അവരെന്നെ കഴുത്ത് വെട്ടും, അതല്ലെങ്കിൽ തൂക്കിക്കൊല്ലും, അല്ലെങ്കിൽ എന്നെ തുറങ്കലിലടക്കം. ഞാൻ നഷ്ടപ്പെട്ടു പോയെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, ഞാൻ എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് മരിക്കുന്നത്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച് ഈശോയേ, 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 ഈശോയേ. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് പിറ്റേ ദിവസം ഗവർണർ അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് ഇന്ത്യയിലേക്ക് കടത്തി വിട്ടെന്നല്ലാതെ ഉപദ്രവിച്ചൊന്നുമില്ല. കണ്ടോ, നമ്മൾ എപ്പോഴും ഈശോയെക്കുറിച്ച് പ്രസംഗിക്കാനും പ്രഘോഷിക്കാനുള്ളൊരു ദാഹം ഉണ്ടാവണം നമുക്ക്. ഈശോയെക്കുറിച്ച് ഏത് മതവിഭാഗക്കാരോടാണെങ്കിലും ശ്രദ്ധിക്കണം, ഇന്ന് പണ്ടത്തെ പോലെയല്ല.
ഇന്ന് മറ്റ് വിഭാഗക്കാരോടൊക്കെ പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ വരുന്നുണ്ട്, നമ്മുടെ കേരളത്തിൽ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ പെരുമാറ്റം കൊണ്ട് അവർ മനസ്സിലാക്കണം ഈശോയുടെ മക്കളാണെന്ന്. മനസ്സിലായി? നമ്മുടെ സൗമ്യത കണ്ട്, നമ്മുടെ പെരുമാറ്റം കണ്ടിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റണം നമ്മൾ ഈശോയുടെ മക്കളാണ്, ഈശോയുടെ സ്വഭാവമുള്ളവരാണെന്ന്. വലതുകരം ഉയർത്തി പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ വചനം പ്രഘോഷിച്ചുകൊണ്ടിരുന്ന ഗ്രഹാം സ്റ്റെയിനും മക്കളെയും കാറിലിട്ട് ചുറ്റരിച്ച് കൊന്നത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ആ വചനപ്രഘോഷകനായിട്ട് ഇന്ത്യയിൽ വന്നതാണ് ഗ്രഹാം സ്റ്റെയിനെ. മക്കളെ 3 മക്കളല്ലേ? എത്ര മക്കളാ ടീച്ചർ അറിയോ? ടീച്ചറിനറിയോ? 3 മക്കൾ. ആ ആയിക്കോട്ടെ, വിശ്വസിക്കുന്നു കേട്ടോ. 3 മക്കളെയും അദ്ദേഹത്തെയും കാറിലിട്ട് ചുട്ടരിച്ച് കൊന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്താ പറഞ്ഞത്? യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കുന്നു എന്നാ പറഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ ക്ഷമ കൊടുത്തു, കൊടും കുറ്റവാളികൾക്ക് ക്ഷമ കൊടുത്തു. പിന്നെ ഈ കഴിഞ്ഞ മുമ്പത്തെ മാസമൊറ്റ അവർ ആ കൊന്ന ആളുകളൊക്കെ പുറത്തിറങ്ങിയപ്പോൾ പൂമാലയിട്ട് ഈ പാർട്ടിക്കാരെ സ്വീകരിച്ചത് നിങ്ങൾ കണ്ടിരുന്നില്ലേ? ടി വിയിലും ന്യൂസ് പേപ്പറിലൊക്കെ. ഗ്രഹാം സ്റ്റെയിനെ മക്കളെയും കൊന്ന ആളുകളെ അവർ പൂമാലയിട്ട് സ്വീകരിച്ചു. വാ ഒന്നും പറഞ്ഞ് എല്ലാവരും സ്വീകരിച്ച് പുറത്ത് വന്നിട്ട് ഇപ്പോൾ വരുന്ന ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഷാലോൺ ടി വിയിലും ഷക്കീന ചാനലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരെ കൊന്നുകളഞ്ഞ മനുഷ്യരുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയത്തില്ല. ഗ്രഹാം സ്റ്റെയിനെയും മക്കളെയും ചുട്ടുകൊന്ന മനുഷ്യരുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പിന്നീട് സംഭവിച്ചത് മുഴുവനും ട്രാജഡികളാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ മരിച്ചു, 2 സഹോദരങ്ങൾ പെട്ടെന്ന് മരിച്ചു. 2 സഹോദരങ്ങൾ എന്താണെന്നറിയില്ല, പെട്ടെന്ന് രോഗം വന്ന് 2 പേരും മരിച്ചു, മാതാപിതാക്കളും മരിച്ചു. കുടുംബത്തിൽ ഒരു സമാധാനവും ഇല്ല, ഒരു സന്തോഷവും ഇല്ല. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാണ്ടമാലിൽ ദേവാലയത്തിൻ്റെ മുകളിൽ ചെന്ന് കുരിശ് തള്ളി താഴ്ത്തിട്ട മനുഷ്യൻ പുറത്ത് വന്ന് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ആ ചെറുപ്പക്കാരനും മരിച്ചു. നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിനെതിരെയൊക്കെ ശക്തമായി ഇടപെടുന്ന വ്യക്തികൾ, ആക്രമിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കരം ഉയരുന്നുണ്ട്. പലപ്പോഴും നമ്മളെ എതിർക്കാനോ നമ്മൾ അവരെ ഉപദ്രവിക്കാനോ പോകണ്ട. പ്രതികാരം ആരുടേതാണ്? കർത്താവിൻ്റെതാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ആ മനുഷ്യൻ മാനസാന്തരപ്പെട്ടു. ഗ്രഹാം സ്റ്റെയിനെ കത്തിച്ച് ചാമ്പലാക്കിയ ആ കുഞ്ഞോമനകളെ കത്തിച്ച് ചാമ്പലാക്കിയ ആ മനുഷ്യൻ മാനസാന്തരപ്പെട്ടു. ഇന്ന് അദ്ദേഹം യേശുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് എന്താ? എനിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല, ആ കുടുംബത്തോട് ഞാൻ മാപ്പ് ചോദിച്ചു, ഈശോയോട് ഞാൻ മാപ്പ് ചോദിച്ചു, ഇപ്പോഴാണ് ഒരു ഉള്ളിലൊരു സമാധാനം എനിക്ക് ലഭിച്ചതെന്ന്. കൈവീശ്. നമ്മൾ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് വിശ്വാസം കൊടുക്കാനായിട്ട് വിളിക്കപ്പെട്ട ആളുകളാണ്. നമ്മൾ വേദനിക്കപ്പെടുമ്പോഴും നമ്മൾ നുറുക്കപ്പെടുമ്പോഴും മറ്റുള്ളവരോട് ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാനുള്ളൊരു വിളി നമുക്കെല്ലാവർക്കും ഉണ്ട്. റോമ 8:38-39 എഴുതി വയ്ക്കുക. റോമ 8:38-39. റോമ 8:38-39. എന്തെന്നാൽ നമുക്കൊന്ന് ഏറ്റു പറയാം. റോമ 8:38-39. ഒന്ന് എഴുന്നേറ്റ്. ഈ വചനം ഒന്ന് ദാഹത്തോട് പറഞ്ഞ് വളരെ കൊതിയോട് പറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുള്ള വാക്കുകളാണിത് കേട്ടോ. നേറ്റ് പറഞ്ഞ് എന്തെന്നാൽ മരണത്തിനോ, കണ്ണടച്ചേ, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് അഭിഷേകത്തോട് പറഞ്ഞ് ആ പൗലോസ് അപ്പോസ്തലൻ, ആ പാവപ്പെട്ട മനുഷ്യൻ ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ തീക്ഷ്ണമതിയായ പൗലോസ് അപ്പോസ്തലൻ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ വാക്കുകളാണ്. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ തറച്ചു കയറട്ടെ. ഇരുതല വാളാണ് വചനം. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ പുതിയ അഭിഷേകം തരട്ടെ. എന്നിട്ട് പറഞ്ഞ് എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരികൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്കുറപ്പുണ്ട്.
നത്തിങ് ക്യാൻ സെപ്പറേറ്റ് us ഫ്രം ദ ലവ് ഓഫ് ഗാഡ്. ദൈവസ്നേഹത്തിൽ നിന്ന് ഒന്നിനെയും നമ്മളെ വേർപിരിക്കാനായിട്ട് സാധിക്കില്ല. സാധിക്കുമോ? മരണത്തിന് സാധിക്കുമോ? ജീവന് സാധിക്കുമോ? ദൂതന്മാർക്ക് സാധിക്കുമോ? അധികാരികൾക്ക് സാധിക്കുമോ? ഏതെങ്കിലും ശക്തികൾക്ക് സാധിക്കുമോ? ഒന്നിനും സാധിക്കില്ല. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും ഒന്നിനും നമ്മളെ മാറ്റാൻ സാധിക്കില്ല. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരസ്പരം എന്ന് പറഞ്ഞ ഒന്നിനും ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ അകറ്റാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് ഇരിക്ക്, മടുക്കാതിരിക്കുക, ക്ഷണിക്കാതിരിക്കും. അടുത്ത എഴുതിക്കോ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 1 മുതൽ 9 വരെ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 1 മുതൽ 9 വരെ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ സാവൂളിൻ്റെ മാനസാന്തരമാണ് നമ്മൾ കാണുക. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 9-ാം അധ്യായം 1 മുതൽ 9 വരെ എന്താണ് നമ്മൾ കാണുക? സാവൂളിൻ്റെ മാനസാന്തരമാണ് നമ്മൾ കാണുക. ഈ മാനസാന്തര കഥയുണ്ടല്ലോ, സാവൂളിൻ്റെ മാനസാന്തര കഥ. സാവൂളിൻ്റെ മറ്റൊരു പേരെന്താ? പൗലോസ്. മിടുക്കി കേട്ടോ, മിടുക്കി. സാവൂളിൻ്റെ മറ്റൊരു പേരാണ് പൗലോസ് അപ്പോസ്തലൻ. പൗലോസ് എന്ന് പറയുന്നത്. ഈ സാവൂള് അല്ലെങ്കിൽ പൗലോസ് ഈ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 3 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ മാനസാന്തര കഥ പറയുന്നുണ്ട്. 3 പ്രാവശ്യം എഴുതിയിട്ടുള്ളൂ. 3 ആയിരിക്കത്തില്ല, 300 പ്രാവശ്യമായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകുക. അതായത് കർത്താവ് അദ്ദേഹത്തെ തൊട്ട അനുഭവം ഉണ്ടല്ലോ, അദ്ദേഹം വചനം പ്രസംഗിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ആ കഥ എന്താ? ആ അനുഭവം എന്താ? അദ്ദേഹം ഇങ്ങനെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനുള്ള കത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? പോകുന്ന സമയത്ത് കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു മിന്നലൊളി വന്ന് പതിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഒരു മിന്നലൊളി വന്ന് പതിക്കുകയാണ്. അതായത് മിന്നലൊളി റെപ്രസെൻ്റ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും ആത്മാവിലും വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിലംപതിച്ചു, തൊട്ടു. ആത്മാവ് വന്ന് തൊട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിലംപതിച്ചു. അപ്പോൾ പൗലോസ് സാവൂൾ എന്താണ് ചോദിക്കുന്നത്? അങ്ങ് ആരാണ്? അപ്പോൾ ഈശോ എന്ത് മറുപടി പറഞ്ഞു? നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശു ആകുന്നു ഞാനെന്ന് മറുപടി പറയുകയാണ്. എന്നിട്ട് സാവൂള് അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു. 3 ദിവസം സാവൂളിന് കാഴ്ചയുണ്ടായിരുന്നില്ലെന്ന് പറയുക. ആ സമയത്ത് കർത്താവിൻ്റെ ആത്മാവ് അനനിയാസ് അപ്പോസ്തലനെ കാണിക്കുകയാണ്. നീ ഞാൻ പറയുന്ന ദമാസ്കസിലേക്ക് പോകണം. അവിടെ ചെന്ന് കഴിയുമ്പോൾ സാവൂൾ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടാവും. അവൻ്റെ തലയിൽ നീ കൈവച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ അനനിയാസ് എന്നിട്ട് സാവൂളിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ നിന്ന് ചെതില് പോലെ എന്തോ താഴേക്ക് വീഴുന്നു. അവന് കാഴ്ച തിരിച്ചു കിട്ടുന്നു. പിന്നെ സാവൂള് പൗലോസായി രൂപാന്തരപ്പെടുന്നു. ലോകം മുഴുവനും വചനം പ്രഘോഷിക്കുന്ന ഒരു മനുഷ്യനായിട്ട് സാവൂള് മാറ്റപ്പെടുന്നു. വലതുകരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസിൻ്റെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പൗലോസ് ഒരു കുറുകിയ മനുഷ്യനാണ്. കുറുകിയ മനുഷ്യൻ, എന്നെ പോലെ ഉദ്ദട്ടനൊന്നുമല്ല. ഒരു കുറുകിയ പൊക്കം കുറവാണ്, മെലിഞ്ഞുണങ്ങിയ മനുഷ്യൻ. മനസ്സിലായോ? നടന്ന് അധ്വാനിച്ച് മെലിഞ്ഞു ഉണങ്ങിയ മനുഷ്യൻ. അദ്ദേഹം ഉണ്ടല്ലോ ഒരിക്കലും ഇങ്ങനെ ഒരു പട്ടണത്തിൽ ചെന്ന് വചനം പ്രഘോഷിക്കാൻ ചെന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് പറയുകയാണ്, ദേ ഒരു പിച്ചക്കാരൻ, ഒരു കുറുകിയ മനുഷ്യൻ, അയ്യോ വൃത്തിയില്ലാത്തൊരു മനുഷ്യൻ, മെനയില്ലാത്തൊരു മനുഷ്യൻ. ഇദ്ദേഹം വചനം പ്രഘോഷിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കണ്ണീന്ന് തീ വരാണ്. വചനം പ്രഘോഷിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കണ്ണീന്ന് തീ വരാണ്. പരിശുദ്ധാത്മാവ് കേട്ടുകൊണ്ട് നിന്ന വ്യക്തികളിലെല്ലാം വന്ന് നിറയാണ്. ചാട്ടുളി പോലെ അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ ഓരോ മനുഷ്യരുടെ ഹൃദയങ്ങളിലും മാനസാന്തരത്തിലെ ഫലങ്ങൾ ഉളവാക്കുകയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവൻ നിറയണം. നമ്മുടെ ഹൃദയങ്ങളിലുണ്ടല്ലോ പരിശുദ്ധാത്മാവ് നിറയണം. വലതുകരം ഉയർത്തി പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13 എഴുതി വെക്ക്. മടുക്കല്ലേ, ഉറങ്ങല്ലേ, മടുക്കല്ലേ, ക്ഷീണിക്കല്ലേ, എഴുതി വെക്ക്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13-ാം അധ്യായത്തിൽ അദ്ദേഹം പാഫോസിൽ ചെല്ലുന്നുണ്ട്. പാഫോസ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13-ാം അധ്യായത്തിൽ അദ്ദേഹം പാഫോസിൽ ചെല്ലുന്നുണ്ട്. പാഫോസിൽ ചെല്ലാനുള്ള കാരണം അച്ഛനെ നോക്കിക്കോ.
അപ്പോസ്തലപ്രവർത്തനങ്ങൾ 13-ാം അധ്യായം എന്ന് മാത്രം എഴുതിയാൽ മതി. അച്ഛനെ നോക്കിക്കോ. പാഫോസിൽ ചെല്ലുന്നുണ്ട്, ശ്രദ്ധിക്കണേ, പാഫോസിൽ ചെല്ലുന്നുണ്ട്. പാഫോസിൽ ചെല്ലുമ്പോൾ അവിടെ എലീമാസ് എന്ന് പറയുന്നൊരു മന്ത്രവാദിയുണ്ട്. അപ്പോസ്തലപ്രവർത്തനങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇതൊക്കെ ഇരുന്ന് വായിക്കണം കേട്ടോ, നല്ല രസമാണ് അപ്പോസ്തലപ്രവർത്തനങ്ങൾക്ക് ഇരുന്ന് വായിക്കുക. വായിക്കുന്നതോറും നമ്മുടെ ഹൃദയം ജ്വലിക്കും. ഇത്ര കൊതിയോടെ നിങ്ങളിരുന്ന് വായിക്കണം കേട്ടോ. അപ്പോൾ എലീമാസ് എന്ന് പറയുന്ന മന്ത്രവാദി, എലീമാസ് എന്ന വാക്കിൻ്റെ അർത്ഥം മന്ത്രവാദി തന്നെയാണ് കേട്ടോ. മന്ത്രവാദി, കൂടോത്രം മന്ത്രവാദവും ചാത്തോൻ സേവയൊക്കെ ചെയ്യുന്ന ഒരു മന്ത്രവാദി. അദ്ദേഹം അവിടെയുള്ള ഉപസ്ഥാനപതിയുടെ കൊട്ടാരത്തിലുള്ള ആളാണ്. ഉപസ്ഥാനപതിയുടെ കൊട്ടാരത്തിലുള്ള ആളാണ്. അപ്പോൾ ഉപസ്ഥാനപതി സാവൂളിനെയും അല്ലെങ്കിൽ പൗലോസിനെയും ബർണബാസിനെയും വചനം പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. മനസ്സിലായോ? എൻ്റെ കൂടെ ഉണ്ടോ? ചിന്ത മാറിപ്പോയോ? ക്ഷീണം വരുന്നുണ്ടോ? മടുക്കുന്നുണ്ടെന്ന് അച്ഛനറിയാം. പക്ഷേ അച്ഛനൊന്ന് ചിന്തിച്ച് നോക്കി. അച്ഛനല്ലേ ഇവിടെ ഇരുന്ന് പറയുന്നത്, നിങ്ങൾക്ക് കേട്ടാൽ മതിയല്ലോ. അപ്പോൾ അത് ദാഹത്തോടെ നിങ്ങൾ കേട്ടിരിക്കാൻ പരിശ്രമിക്കുക കേട്ടോ. അതായത് ഈ ഉപസ്ഥാനപതിയുടെ കൊട്ടാരത്തിലേക്ക് സാവൂളിനെയും ബർണബാസിനെയും വചനം പ്രഘോഷിക്കാൻ വിളിക്കുകയാണ്. വിളിക്കുന്ന സമയത്ത് മന്ത്രവാദിയുടെ പേരെന്താ? എലീമാസ്. മന്ത്രവാദി പോണ വഴിക്ക് തന്നെ നിൽക്ക്, സാവൂളിനോട് പറഞ്ഞു, നീ നിൽക്ക്. ബർണബാസിനോട് നിൽക്ക്, വചനം പ്രഘോഷിക്കാൻ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. വചനമെല്ലാം പ്രഘോഷിച്ച കൂടോത്രം, മന്ത്രവാദം, ചാത്തൻ സേവ, ശുദ്ധരക്രിയകൾ അന്നുണ്ട് ഇന്നുണ്ട്. മനസ്സിലായോ? വചനം പറയുന്നുണ്ട്, മന്ത്രവാദമൊക്കെ അന്നുണ്ടെന്ന്. ഇന്ന് ആളുകൾക്ക് വിശ്വാസമില്ല, മന്ത്രവാദമൊന്നും ഇല്ലെന്ന് ആളുകൾ പറയുന്നത്. ഇനി എന്തിനാണ് ഈ മന്ത്രവാദികളുടെ അടുത്ത് ആൾ പോകുന്നത്? എന്തിനാണ് ഈ കൂടോത്രക്കാരുടെ അടുത്ത് ആളുകൾ പോകുന്നത്? എന്തിനാണ് ഈ കൈവശം നൽകുന്ന ആളുകളുടെ അടുത്ത് ആളുകൾ പോകുന്നത്? ഒരു തിന്മയുടെ ശക്തി പ്രവർത്തിക്കുന്നുണ്ട്, ശക്തമായി ഭൂമിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സാത്താനിൽ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. സാത്താനെക്കുറിച്ച് എത്രയിടങ്ങളിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും സാത്താനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സാത്താനുണ്ട്, തിന്മയുണ്ട്. അങ്ങനെ സാവൂള് ചെന്നേക്കാണ് ഈശോയുടെ അധികാരത്തിൽ നിറഞ്ഞ് സാവൂള് ബർണബാസും വചനം പ്രഘോഷിക്കാൻ ചെന്നപ്പോൾ മന്ത്രവാദി പറഞ്ഞു, നിൽക്ക്, പോകാൻ പറ്റില്ല, പോയി കഴിഞ്ഞാൽ കരിച്ചളയും ഞാൻ. മനസ്സിലായോ? വലതുകരം ഉയർത്തി പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളിച്ചേ, ഈശോയേ, 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 ഈശോയേ. സാവൂളിനെയും ബർണബാസിനെയും തടഞ്ഞു നിർത്തിയേക്ക് കണിഞ്ഞു പോകാൻ പറ്റത്തില്ല. ഉപസ്ഥാനപതി എടുത്ത് വചനം പ്രഘോഷിക്കാൻ പോകാൻ പറ്റത്തില്ല. തടഞ്ഞു നിർത്തി കഴിഞ്ഞപ്പോൾ സാവൂൾ എന്ത് ചെയ്തെന്നറിയോ? വായിച്ചിട്ടുണ്ടോ? അപ്പോസ്തലപ്രവർത്തനങ്ങൾ വായിച്ചാരെങ്കിലും ഉണ്ടോ? ഒന്ന് പറഞ്ഞുതരാമോ അച്ഛനെ? സാവൂൾ എന്ത് ചെയ്തെന്നറിയോ? സാവൂള് കൈ ഉയർത്തി യേശുവിൻ്റെ നാമത്തിൽ നിന്നെ ഞാൻ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞു. ജീവിക്കുന്നവനായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എലീമാസിൻ്റെ കണ്ണ് രണ്ടും ഫ്യൂസ് അടിച്ചു പോയി, അന്ധനായി പോയി. മന്ത്രവാദി ചുരുങ്ങി കുന്തർവാദി ആയിപ്പോയി. മനസ്സിലായോ? യേശുവിൻ്റെ ശക്തിയുടെ കീഴിൽ മന്ത്രവാദി കുന്തർവാദി ആയിപ്പോയി. മനസ്സിലായോ? അപ്പോസ്തലപ്രവർത്തനങ്ങൾ 4:12 ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി യേശുനാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശുനാമമാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള നാമം. ഏത് കൂടോത്രവും ഏത് മന്ത്രവാദവും ഏത് ചാത്തൻ സേവയും നശിക്കുന്നത്, തകരുന്നത് യേശുനാമത്തിലാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ അപ്പോസ്തലപ്രവർത്തനങ്ങൾ 16 എഴുതി വയ്ക്കുക. വീട്ടിൽ ചെന്നിട്ട് അപ്പോസ്തലപ്രവർത്തനങ്ങൾ മുഴുവനും വായിക്കുക. നല്ല അഭിഷേകവും നല്ല കൊതിയോടെ വായിക്കുക. അപ്പോസ്തലപ്രവർത്തനങ്ങൾ 16-ാം അധ്യായത്തിൽ തടവറയിലെ അത്ഭുതം നമ്മൾ കാണുന്നുണ്ട്. തടവറയിലെ അത്ഭുതം എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. പൗലോസും സീലാസും തടവറയിൽ കിടക്കുന്ന സമയത്ത് വചനം പ്രഘോഷിച്ചതിൻ്റെ പേരിൽ തടവറയിൽ അടക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ രാത്രി ആയപ്പോൾ സ്തോത്രഗീതങ്ങളോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. തടവറ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ തടവറയുടെ അടിത്തറ ഇളകി എന്ന് പറയുക. അടിത്തറ ഇളകി കാരാഗ്രഹ വാതിലുകളൊക്കെ തുറന്നു. അവർ സ്വതന്ത്രരായി. ഇരുട്ടായി. മനസ്സിലായോ? ഇരുട്ടായി കഴിഞ്ഞപ്പോൾ കാരാഗ്രഹ സൂക്ഷിപ്പുകാർ പേടിച്ചുപോയി. കാരണം കാരാഗ്രഹ സൂക്ഷിപ്പുകാരനുള്ളപ്പോൾ ആരെങ്കിലും ഉടനെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഇയാളെ തട്ടിക്കളയും. മനസ്സിലായോ? അപ്പോൾ അദ്ദേഹത്തിന് ഭയമായി. അപ്പോൾ 16-ാം അധ്യായത്തിൽ 30-ാമത്തെ വാക്യത്തിൽ
30-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവരെ പുറത്ത് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു. അതായത് ഇരുട്ടിൽ നിൽക്കുന്ന സമയത്ത് ആ തടവുക കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ ഭയപ്പെട്ടു പോയി. ഇവർ ഓടിപ്പോയി കളഞ്ഞു വന്നു. പക്ഷെ അവർ ആ ഇരുട്ടിൽ നിന്ന് പറയുന്നത്, ഞങ്ങൾ എവിടെയും പോയിട്ടില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് പൗലോസും സീലാസും പറയുകയാണ്. അങ്ങനെ അവർ 3 പേരും കൂടി മാറി നിന്ന് കഴിയുമ്പോൾ ഈ വചനം ഇതാണ്. തടവറ സൂക്ഷിപ്പുകാരൻ പറയാണ്, അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? പരസ്പരം ഒന്ന് ചോദിച്ച്, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച്. മറുപടി ഇതാണ്. എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പെട്ടെന്ന് പറയണം, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഏറ്റു പറഞ്ഞേ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച്, ഈശോയേ, 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 ഈശോയേ. അപ്പോൾ ഇതാണ് അച്ഛൻ പറഞ്ഞു വന്ന ചിന്ത. ഇതായിരുന്നു, മറ്റുള്ളവരുടെ ഹൃദയങ്ങൾ വിശ്വാസം കൊണ്ട് നിറയ്ക്കണം. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മളുടെ ഉത്തരവാദിത്തമാണ്. നമ്മളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വിശ്വാസം വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാവരോടും പ്രഘോഷിക്കാനും അങ്ങനെ മറ്റുള്ളവരെ ദൈവവിശ്വാസത്തിലേക്കും മാനസാന്തരത്തിലേക്കും കൊണ്ടുവരാനുള്ളത് നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം.